മുകേഷ് ഇപ്പോഴും ചോദ്യം ചെയ്യലിനായി പോയ തീരദേശ പോലീസ് ആസ്ഥാനത്തെ മുറിക്കുള്ളിൽ തന്നെ മുകേഷ് തുടരുകയാണ്. ഇതിനും അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന അല്പസമയത്തിനകം ജാമ്യത്തിൽ വിടുകയും ചെയ്യും. സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതുകൊണ്ട് തന്നെ ജാമ്യത്തിൽ വിടുന്നതിന് മറ്റ് തടസ്സങ്ങളില്ല. പക്ഷേ നടപടിക്രമങ്ങളുടെ ഭാഗമായി അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ അറസ്റ്റ് നടപടിക്രമങ്ങളും ജാമ്യക്കാരെത്തി ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോഴിതാ മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. തൊട്ട് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞൊരു വീഡിയോ ഇതിന് തൊട്ട് മുമ്പ് ഇട്ടിരുന്നു. IPC 376 പ്രകാരം ലൈംഗിക അതിക്രമ കേസാണ് സിദ്ദിഖിനെതിരെ ഉള്ളത്. എന്തായാലും സിദ്ദിഖ് ഇപ്പോൾ ഒളിവിലാണെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിച്ചത്. അന്നേരം തന്നെ ഞാൻ പറഞ്ഞിരുന്നു മുകേഷിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, SIT ടീം ചോദ്യം ചെയ്യുകയാണെന്ന് പറഞ്ഞു. 3 മണിക്കൂറിന്റെ ചോദ്യം ചെയ്യലിന് ശേഷം ഇപ്പോഴിതാ മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അറസ്റ്റ് ചെയ്തതിന് ശേഷം ജാമ്യത്തിൽ പുള്ളിയെ പുറത്തു വിട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പം മുകേഷ് ഉള്ളത്. മുകേഷിനെതിരെ ചുമത്തിയിരിക്കുന്ന ലൈംഗിക അതിക്രമ കേസുകളാണ്. അതായത് ഫ്ലാറ്റിലേക്ക് വിളിച്ചു വരുത്തി എന്നുള്ള കേസും അമ്മയിൽ അവസരം മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ കേസിലുമൊക്കെയാണ് ഇപ്പോൾ മുകേഷിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തുമായാലും ആ വാർത്ത നമുക്കൊന്ന് കേട്ടു നോക്കാം. മുകേഷിൻ്റെ കാര്യവും ഏതാണ്ടൊക്കെ അവതാളത്തിലായി എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മുകേഷും പെട്ടിരിക്കുകയാണ്. ആ വാർത്ത നമുക്കൊന്ന് കണ്ടു നോക്കാം. തുടരുകയാണ്. ഇതിനും അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന അല്പസമയത്തിനകം ജാമ്യത്തിൽ വിടുകയും ചെയ്യും. സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതുകൊണ്ട് തന്നെ ജാമ്യത്തിൽ വിടുന്നതിന് മറ്റ് തടസ്സങ്ങളില്ല. പക്ഷേ നടപടിക്രമങ്ങളുടെ ഭാഗമായി അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നടപടിക്രമങ്ങളും ജാമ്യക്കാരെത്തി ജാമ്യം ഉൾപ്പെടെ നടപടിക്രമങ്ങളുമൊക്കെ ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. അല്പസമയത്തിനകം മുകേഷ് ഈ തീരദേശ പോലീസ് ആസ്ഥാനത്തിന് പുറത്തേക്ക് വരികയും ചെയ്യും. ഈ ചോദ്യം ചെയ്യലിനൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന ഉദ്യോഗസ്ഥരൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. മുകേഷ് പുറത്തേക്ക് വരികയാണ്. ചോദ്യം ചെയ്യൽ പൂർത്തിയായി അറസ്റ്റ് നടപടിക്ക് വിധേയനായി MLA യും നടനുമായ മുകേഷ് ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. ഒരു പക്ഷേ മുകേഷിനെ മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനായി അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയതുകൊണ്ട് അത്തരമൊരു നടപടിക്രമത്തിലേക്ക് പോകും. കാരണം പോലീസ് മുകേഷ് ഒന്നും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. വാഹനത്തിലേക്ക് കയറി പുറത്തേക്ക് പോവുകയാണ്. ഒരു പക്ഷേ മുകേഷിനെ മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോകുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ പോലീസ് അകമ്പടിയോട് തന്നെയാണ് മുകേഷ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടേക്കുന്നു. ഒരു പക്ഷേ ഇതിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായി മുകേഷ് ഒന്നും പറയാതെ കാറിൽ കയറി പോകുന്നുണ്ട്. എന്തായാലും 3 മണിക്കൂർ നീണ്ടു നിന്ന ചോദ്യം ചെയ്യലിൻ്റെ ഒടുവിലാണ് മുകേഷിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ലൈംഗിക അതിക്രമ കേസിലാണ് ഇപ്പോഴും മുകേഷിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ജാമ്യത്തിൽ വിട്ടിരിക്കുകയാണ്. ഇനി മെഡിക്കലും കാര്യങ്ങളും ഒക്കെ എടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി കൊണ്ടുപോയിരിക്കുകയാണെന്നാണ് ഇപ്പോൾ മീഡിയക്കാർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ബാക്കിയോടെ നമുക്ക് കേട്ടു നോക്കാം. മുകേഷ് MLA അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിനകം തന്നെ മുൻകൂർ ജാമ്യം കിട്ടിയതാണ്. അതുകൊണ്ട് തന്നെ ജാമ്യത്തിൽ മുകേഷിനെ പുറത്തുവിടും. ലൈംഗികാതിക്രമ കേസിൽ നടനും MLA-യുമായ മുകേഷിനെ പ്രത്യേക അന്വേഷണ സംഘം കൊച്ചിയിൽ വെച്ച് തീരദേശ പോലീസിന്റെ ആസ്ഥാന ഓഫീസിൽ ചോദ്യം ചെയ്തതിനു ശേഷമാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലൈംഗികാതിക്രമ കേസിൽ നടനും MLA-യുമായ മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. AIG G പൂങ്കടലിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് മുകേഷിനെ രാവിലെ 10:15 മുതൽ ചോദ്യം ചെയ്തത്. 3 മണിക്കൂറിന് ശേഷമാണ് ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവന്നത്. ഇന്ന് രാവിലെ 10:15 അഭിഭാഷകനൊപ്പമാണ് മുകേഷ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായത്. സിനിമയിൽ അവസരവും സിനിമാ സംഘടനയായ AMMA-യിൽ അംഗത്വവും വാഗ്ദാനം ചെയ്ത് ലൈംഗികാതിക്രമം നടത്തി എന്നതാണ് നടിയുടെ പരാതി. ഈ പരാതിയിലാണ് നടനെ ഇപ്പോൾ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയത്. നമുക്കിപ്പം സായ്കുമാറും തുടരുന്നുണ്ട്. സായ്കുമാർ, മുകേഷ് MLA-യുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്തായാലും മുകേഷ് MLA അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്തായാലും തെളിവുകൾ മുകേഷിനെതിരാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ അറസ്റ്റിലേക്ക് എത്തിയിരിക്കുന്നത്. ജാമ്യത്തിലാണ് ഇപ്പോൾ വെളിയിൽ വിട്ടിരിക്കുന്നത്. ഇനി എല്ലാം നമുക്ക് പുറകാലെ അറിയാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ സിദ്ദിഖിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും സിദ്ദിഖിനെ ഇപ്പോൾ തെരഞ്ഞുകൊണ്ടിരിക്കുക. ലുക്കൗട്ട് നോട്ടീസൊക്കെ പുറപ്പെടുവിച്ചിരിക്കുകയാണ് സിദ്ദിഖിനെ പിടിക്കാനായിട്ട്. എൻ്റെ പോനടാവേ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടുകൂടി തന്നെ ഇപ്പോൾ ഓരോരുത്തർ വീണുകൊണ്ടിരിക്കുകയാണ്. വൻ മരങ്ങളാണ് വീണുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാ മുകേഷിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. 3 മണിക്കൂറിൻ്റെ ചോദ്യം ചെയ്യലിൻ്റെ ഒടുവിലാണ് ഇപ്പോഴാ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലൈംഗിക അതിക്രമ കേസാണ്. അതായത് സിനിമയിൽ അവസരം മേടിച്ചു കൊടുക്കാവുന്നു, അതോടൊപ്പം തന്നെ അമ്മയിൽ അവസരം മേടിച്ചു കൊടുക്കാവുന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി പീഡിപ്പിച്ച ആ ഒരു കേസ്, അതിൽ സത്യാവസ്ഥ ഉണ്ടെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം പറയുന്നത്. അതുകൊണ്ടാണല്ലോ ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്.
എല്ലാം ഇനിയും പുറകാലം ഇനി എന്തൊക്കെ വരാൻ പോകുന്നതെന്നും ആരൊക്കെയാണ് ഇനിയും പെടാൻ പോകുന്നതെന്നും ഒക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.